നമസ്കാരം. ബിഗ് ബോസ്. അപ്പൊ ഇന്നലെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ അതൊരു അടാറ് പ്രൊമോ തന്നെയാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ ഇന്നലെ വരെ 5 ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് ആയിരുന്നു 2-3 ഘട്ടമായിട്ട്. അതിൽ ഏകദേശം ഒരു 25,000 രൂപ ഒഴിച്ച് ബാക്കി എല്ലാവരും നേടിയെടുത്തു. എനിക്ക് തോന്നുന്നു ബാക്കി 5 ലക്ഷത്തിന്റെ ആയിരിക്കും ഇന്നത്തെ, അതായത് 40 ലക്ഷം വിന്നർക്കും ബാക്കി 5 ലക്ഷം ഇന്ന് ഒരാൾക്കും കൊടുക്കാനായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിനകത്ത് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് അക്ബറും അനുമോളും ആദിലയും 1 മിനിറ്റിനുള്ളിൽ അവരാണ് അതിന് വേണ്ടിയിട്ട് തയ്യാറായത്. ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഫൈനൽ 5ലേക്ക് വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. സാവുമാനൊന്നും അതിനകത്ത് വന്നിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒരു ഈ ബിഗ് ബോസിന്റെ ആ വലിയ കഥ തുറക്കുന്നു. അതിനകത്തൂടെ ആദിലയും അനുമോളും അക്ബറും ഓടുന്നു. അക്ബർ ഒരു ഇന്നോവ കാറുണ്ട്, അതിനകത്ത് അവർ തപ്പുന്ന നോക്കാണ്ട്. ഇപ്പോൾ പണപ്പെട്ടി അതിനകത്ത് എവിടെയായിരിക്കും. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ അവർ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ, പണപ്പെട്ടിയുമായിട്ടോ പണപ്പെട്ടി ഇല്ലാതെയോ തിരിച്ചു വന്നില്ലെങ്കിൽ പണപ്പെട്ടിയും പോകും, ഔട്ടുമാകും. അപ്പം വെളിയിൽ നിന്ന് നൂറ് പറയുന്നുണ്ട് സമയം കഴിയാറായി, ഓടിവാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അനുമോളും ആദിലയും തിരിച്ചു വന്ന്, അനുമോള് തിരിച്ചു വന്ന് ഷാനവാസിനെ ഹഗ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, നൂറെ ഹഗ് ചെയ്യുന്നത് ആദിലയും കാണിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ അവിടെ കുടുങ്ങിപ്പോയോ പണപ്പെട്ടി കിട്ടിയോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും വലിയൊരു പണപ്പെട്ടിയുടെ ടാസ്ക് തന്നെയാണ്. അപ്പൊ ഇന്നലെ കൊണ്ട് അവസാനിച്ചിട്ടില്ല, ഇന്നും പണപ്പെട്ടി ടാസ്ക് ഉണ്ട്. അപ്പം അത് 5 ലക്ഷം രൂപയാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇനി അറിയില്ല, നമുക്കറിയില്ല ഇനി എത്ര എമൗണ്ട് ആണെന്ന് നമുക്കറിയില്ല. 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇന്നലത്തെ ബാക്കി എമൗണ്ട് കൂടെ കൂട്ടിയുള്ള തുകയായിരിക്കും. 50 ലക്ഷം രൂപയാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് വിന്നർക്ക്. അതിൽ നിന്നാണ് കുറഞ്ഞു പോവുക എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് ഇന്ന് ഉണ്ട്. അത് എപ്പോഴാ സമയം എന്നറിയില്ല. എന്തായാലും കൊള്ളാം. ആദിലയും നൂറയും ഒക്കെ ആദിലേക്ക് പോകും എന്നൊരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ നെവിൻ പറയുന്നു ഞാൻ ഈ ആഴ്ച പോകും, നീ അപ്പൊ സാബുമാനെ നീ അപ്പൊ എന്നാ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആദിലേക്കും നെവിനും ഒക്കെ പോകും എന്നൊരു ധാരണയുണ്ട്. സാബുമാൻ അങ്ങനെ ഒരു ധാരണ കാണിക്കുന്നേ ഇല്ല. അപ്പം ആരാണ് ഇപ്രാവശ്യം എവിക്റ്റായി പോകുന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ആദിലയാണ് ശരിക്കും പോകേണ്ടത്. കാരണം ആദിലയുടെ ഭാഗത്തുനിന്ന് അതുപോലുള്ള കുറെ മോശം വാക്കുകളും മോശം പ്രകടനം, അത് തന്നെയല്ല അനുമോളെ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അനുമോളുടെ ഈ പറഞ്ഞ ഫാൻസും ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ഹെയ്ഡ്സും അതുപോലെ തന്നെ ആദിലയും നൂറയും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ട്. ഇനി നൂറയ്ക്ക് ഇനി വോട്ടിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ നൂറയുടെയും കൂടെ ആൾക്കാർ ആദിലെ സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെടും. സാബുമാൻ ഔട്ട് ആവേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നെവിനെ ഫൈനൽ 5 വരെ എത്തിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇന്നലെ പറഞ്ഞല്ലോ കൺഫെഷൻ റൂമിൽ വിളിച്ച ഈ നെവിനെയും അനുമോളുടെ പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ചെയ്യുന്നതൊക്കെ ബിഗ് ബോസ് ചെയ്യുന്നത് നമ്മളെ കാണിച്ചതാണ്. അപ്പൊ ഇന്നത്തെ വലിയൊരു പ്രൊമോയാണ്. അതൊരു എന്താ നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ടാസ്ക് കഴിയട്ടെ പറയാം.